മുസ്ലിമീങ്ങളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭാവിയും നമ്മുടെ പരലോകവും അള്ളാഹുവിൻ്റെ വജ്ഹുദ്ദേശിച്ച് നന്നാക്കിയെടുക്കാനും ഇൻഷാ അള്ളാഹ് ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ നന്മ പറയപ്പെടുന്നവരായി മാറാനും നമ്മെ സംബന്ധിച്ച് നമ്മുടെ മരണശേഷം നല്ലവരായിരുന്നു എന്ന് പറയപ്പെടണം. അതൊരു മനുഷ്യന് കിട്ടുന്ന വലിയ സൗഭാഗ്യമാണ്. അതിന് ഞാൻ എന്തു ചെയ്യണം? വഅൻതും ശുഹദാഉല്ലാഹി ഫീ ഖൽഖിഹി, നിങ്ങൾ പറയുന്ന സാക്ഷ്യം അള്ളാഹു സ്വീകരിക്കും. മുസ്ലിമീങ്ങളുടെ നാവുകൊണ്ട് ഒരാളെ സംബന്ധിച്ച്, ഒരാളിനെ കുറിച്ച്, ഒരു പെണ്ണിനെ കുറിച്ച് അവർ നല്ലവരായിരുന്നു എന്ന് മുസ്ലിമീങ്ങളായ ആണുങ്ങളോ പെണ്ണുങ്ങളോ ഒരു മയ്യത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർ നല്ല ആളാണ്. മുസ്ലിമീങ്ങളായ ബഹുഭൂരിപക്ഷം ഏതെങ്കിലും ഒരാളെ സംബന്ധിച്ച് മോശപ്പെട്ട ആളായിരുന്നു, അവർ മോശപ്പെട്ടവളായിരുന്നു, മോശപ്പെട്ടവനായിരുന്നു എന്ന് മുസ്ലിമീങ്ങൾ മരണശേഷം പറഞ്ഞാൽ വജബത്ത്, ആ വാക്ക് കാരണം അവർക്ക് നരകം നിർബന്ധമാകും. അവർ നന്മ പറഞ്ഞാൽ വജബത്ത്, അതുകൊണ്ട് സ്വർഗം നിർബന്ധമാകും. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം വലുതാണ്, നമ്മുടെ മുമ്പിലുള്ള ടാർഗറ്റ് വലുതാണ്. യൗവനവും കൗമാരവും യൗവനവും മധ്യവയസ്സും കഴിഞ്ഞ് ഒരു വാർദ്ധക്യവും കഴിഞ്ഞ് ഈ ലോകത്തോട് എന്നേക്കുമായി യാത്ര പറഞ്ഞ് സ്വർഗലോകത്ത് കണ്ടുമുട്ടാം എന്ന് പറയുന്നൊരു യാത്രയയപ്പിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയോ? ശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തേക്ക് നമ്മുടെ ഹബീബിന് അല്ലാഹു അവതരിപ്പിച്ചു കൊടുക്കുന്നു. 6236 ആയത്തുകൾ, അതിൽ 1000 ആയത്തുകൾ ചർച്ച ചെയ്ത വിഷയം പരലോകമാണ്. ഖുർആനിലെ 200ഓളം ആയത്തുകളുടെ ചർച്ചാ വിഷയം നരകത്തിന്റെ ശിക്ഷകൾ മാത്രമാണ്. ബാക്കിയുള്ള ഭാഗമാണ് അഹ്കാമുകൾ, അംബിയാഇന്റെ ചരിത്രങ്ങൾ, ശുദ്ധ ഖുർആനിന്റെ ദീനിന്റെ ശറഅ്, അല്ലാഹുവിന്റെ തൗഹീദ്, നബിയുടെ റിസാലത്ത്, ഇതൊക്കെ ബാക്കി വിഷയങ്ങളാണ് കിടക്കുന്നത്. അപ്പോ ഏറ്റവും ഗൗരവമേറിയ ഒരു ജീവിത ലക്ഷ്യം നമ്മുടെ മുമ്പിൽ കാണണം, അപ്പോഴേ ജീവിതം നന്നാവൂ. ഒരു ചിന്തകൻ പറഞ്ഞു, നമ്മുടെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് our targets are too high to achieve. നമ്മുടെ വിഷയം നമുക്ക് പ്രാപിക്കാൻ പറ്റാത്ത ലക്ഷ്യങ്ങൾ മുമ്പിലുണ്ട് എന്നതല്ല. നമ്മുടെ പ്രശ്നം our targets are too short that we achieve it. നമ്മുടെ മുമ്പിൽ വെക്കുന്ന ലക്ഷ്യങ്ങൾ വളരെ ചെറുതാണ്, നമുക്കത് പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുന്നു എന്നതാ വിഷയം. നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തത് നമ്മൾ അങ്ങേറ്റം സ്ട്രൈവ് ചെയ്ത് അച്ചീവ് ചെയ്യേണ്ട ലക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടോ? നമ്മുടെ ടാർഗറ്റുകൾ വളരെ വലുതാവണം, അച്ചീവ് ചെയ്യാൻ പ്രയാസം വരണം, എന്നിട്ട് നമ്മൾ അത് അച്ചീവ് ചെയ്തിരിക്കണം. ഇൻഷാ അല്ലാഹ് അങ്ങനെ വരുമ്പോൾ ഈ സമൂഹത്തിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാകും, നമ്മൾ പ്രവർത്തനോത്സുകതയുണ്ടാകും, നമ്മളിൽ നന്മയെപ്പറ്റി ചിന്തിക്കുന്ന സജീവമായ സാന്നിധ്യം ഉണ്ടാകും എപ്പോഴും. അത് നമ്മെ തിന്മയിലേക്ക് പോകാതിരിക്കാൻ നന്മയുമായി ബിസിയാവൽ ആവശ്യമാണ്. വിശുദ്ധ ഖുർആൻ നമ്മളെ എൻഗേജ് ചെയ്യിക്കണം, വിശുദ്ധ ഖുർആൻ നമ്മളെ എൻഗേജ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ നാവിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ജീവിതത്തിൽ. വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ ചർച്ചയിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. ഖുർആനിന്റെ ഖുർആനിന്റെ മറ്റൊരു ആരാധനാകർമ്മം ഖുർആൻ ഓതലാണ്. മറ്റൊന്ന് ഖുർആനിന്റെ ഒരു തഅബ്ബുദ്, ഖുർആനിന്റെ തത്ബീഖാൻ, ജീവിതത്തിലേക്ക് പകർത്തലാണ്. പിന്നെയുണ്ട് ഖുർആനിന്റെ മറ്റൊരു തഅബ്ബുദ് തദബ്ബുർ, വിശുദ്ധ ഖുർആനിൽ ചിന്തിക്കുന്നത്. മറ്റൊന്ന് വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതമാക്കി മാറ്റുന്നത്. ഖുർആൻ ഓതുന്നത്, അർത്ഥം പഠിക്കുന്നത്, ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുക്കുന്നത്, നമ്മുടെ ജീവിതമാക്കി മാറ്റുന്നത്. ഈ ഒരു സ്റ്റേജുകളിലൂടെ കടന്നു പോവാൻ നമുക്ക് സാധിക്കണം. ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു തആല അൻഹു നബിയുടെ സ്വഹാബിയാണ്. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ആണ് അവർക്ക് ഇസ്ലാം പരിചയപ്പെടുത്തി കൊടുത്തത്. അങ്ങനെയാണ് മുസ്ലിം ആവുന്നത്. മഹാനായ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിന്റെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുതിരയെ കെട്ടിവെച്ചിട്ടുണ്ട്, ചെറിയൊരു കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ടുമുണ്ട്. വളരെ മനോഹരമായ അല്ലാഹുവിന്റെ വചനങ്ങൾ ഓതുമ്പോൾ കുതിര ചാടാൻ തുടങ്ങുന്നു. എന്തെന്നില്ലാത്ത വെപ്രാളം, മേലോട്ട് നോക്കുന്നുണ്ട് കുതിര. ശുദ്ധ ഖുർആൻ മനോഹരമായി ഓതുന്ന സ്വഹാബി ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു തആല അൻഹു ഒന്ന് പുറത്തിറങ്ങി നോക്കി. ഈ കുതിരയ്ക്ക് എന്തു പറ്റി? ഇതിങ്ങനെ ചാടിയാൽ അതിന്റെ അരികത്ത് കിടക്കുന്ന കുഞ്ഞിനെ ചവിട്ടുമല്ലോ, എൻ്റെ പൊന്നുമോൻ അപകടം സംഭവിക്കുമല്ലോ എന്ന് വിചാരിച്ച്. അന്ന് അങ്ങനെയല്ലേ, ഒരു റൂം ബെഡ്റൂം, മറ്റൊരു റൂം ആലയായിട്ടോ മറ്റോ മൃഗങ്ങളെ കെട്ടി നിർത്താൻ മറ്റൊന്ന്, അത്രയേ ഉള്ളൂ.
പുറത്തിറങ്ങി നോക്കി, ഖുർആനൊക്കെ ഓത്ത് നിർത്തിയപ്പോൾ കുതിര ശാന്തമാണ്, അകത്തേക്ക് വന്നു. വീണ്ടും ഖുർആൻ ഓതുകയാണ്, തുടരുകയാണ്, മനോഹരമായിട്ട് ഖുർആൻ ഓതുകയാണ്. കുതിര ചാടാൻ തുടങ്ങുന്നു. എന്തെന്നില്ലാത്ത വെപ്രാളം കാണിക്കുന്ന പോലെ പുറത്തിറങ്ങി നോക്കുമ്പോ സഹാബ, ഒരു മേഘം താഴേക്ക് വന്നിരിക്കുന്നു. ഫീഹ മസ്വാബീഹ്, ആ മേഘത്തിൽ ഒരുപാട് വിളക്കുകൾ, ആയിരക്കണക്കിന് വിളക്കുകൾ കത്തിച്ചു വെച്ചിരിക്കുന്നു. വലിയ മനോഹരമായൊരു മേഘം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടിട്ടാണ് ആ കുതിര ഇങ്ങനെ ചാടുന്നത്. സുബ്ഹാനല്ലാഹ്, ആ കാഴ്ച കണ്ട് അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിന്ന് അതെങ്ങനെ കയറി പോകുന്നു, ആകാശലോകത്തേക്ക് കയറി 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 കണ്ണിൽ നിന്ന് മറഞ്ഞു. നേരം പുലരുമ്പോ ഇലാ ഹളറത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ ഇങ്ങനെ സംഭവിച്ചു നബിയേ. ഖുർആൻ ഓതുമ്പോ എന്റെ കുതിരയ്ക്ക് എന്തെന്നില്ലാത്തൊരു ചാട്ടം, ഞാനത് നിർത്തിയപ്പോ കുതിര ശാന്തം. രണ്ടാമതും ഖുർആൻ ഓതിയപ്പോ വീണ്ടും കുതിര ചാടാൻ തുടങ്ങി. ഞാൻ പുറത്തുനിന്ന് നോക്കുമ്പോ യാ റസൂലല്ലാഹ്, ഒരു മേഘം താഴേക്ക് വന്നിരിക്കുന്നു, അതിലൊരുപാട് വിളക്കുകൾ, വളരെ മനോഹരം, കാണാൻ ചന്തമുള്ളത്, അത് മേലോട്ട് കയറി പോകുന്നത് ഞാൻ കണ്ടു നബിയെ. ഉസൈദ് ഇബ്നു ഹുദൈർ, നിങ്ങൾക്കറിഞ്ഞോ, തിൽക സഖീന, തിൽക സഖീന, അത് സഖീനത്തായിരുന്നു. അള്ളാഹു നിങ്ങൾക്ക് ഇറക്കി തന്ന ശാന്തിയായിരുന്നു അത് സമാധാനമായിരുന്നു. ഉസൈദ് ഇബ്നു ഹുദൈർ, നിങ്ങളുടെ വിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ പാരായണം കേൾക്കാൻ അള്ളാഹുവിന്റെ മാലാഖമാർ ഭൂമിയിലേക്ക് വന്നതായിരുന്നു ഉസൈദ്. നിങ്ങൾ നേരം പുലരുന്നത് വരെ ഓത്ത് തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നുവെങ്കിൽ ജനങ്ങൾ പുറത്തിറങ്ങി നടന്നു വന്നാൽ അവർ കൺമുമ്പിൽ മാലാഖമാർ ഇറങ്ങി വരുന്ന കാഴ്ച മനുഷ്യർക്ക് മുഴുവനും കാണാൻ സാധിക്കുമായിരുന്നു. നിങ്ങൾ അങ്ങനെ ഓത്ത് തുടർന്നിരുന്നുവെങ്കിൽ തഅബ്ബുദ്, ശുദ്ധ ഖുർആനിന്റെ പാരായണം അർത്ഥം അറിഞ്ഞാലും ഇല്ലെങ്കിലും അതിൽ പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കത് ഓതാൻ സമയം കിട്ടണ്ടേ, വാട്സപ്പ് മെസ്സേജ് കഴിയണ്ടെന്ന്, ഖുർആൻ ഓതണമെങ്കിൽ ഇത് നിൽക്കണ്ടേ, വന്നുകൊണ്ടിരിക്കല്ലേ, അപ്പൊ തുറക്കണ്ടേ, വളരെ എക്സൈറ്റഡ് അല്ലേ, എന്തായിരിക്കും ഇനി ഇപ്പൊ വന്ന ആ ടോൺ ഒന്ന് നോക്കട്ടെ, ആരാ എന്താ അയച്ചത്, യാ അല്ലാഹ്. ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കല്ലേ 24 hour. പിന്നെ എപ്പോഴാണ് നമുക്ക് ഖുർആൻ ഓതാൻ സമയം? എപ്പോഴാണ് നമുക്ക് സമയം കിട്ടുന്നത്? ഫേസ്ബുക്കിലൊക്കെ കയറി ഇരിക്കുന്നവരെ പറ്റി പറയും വേണ്ട, അതിൽ പിന്നെ ഒരു ബഹറല്ലേ, അങ്ങനെ പോവാണ്, കാട് കയറി പോവാണ്. എപ്പോഴാണ് ഖുർആൻ ഓതാൻ സമയം? നമ്മൾ വഖാല റസൂലു ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, പ്രവാചകർ പറയുമെന്ന്, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, അല്ലാഹുവേ എന്റെ സമൂഹം ഈ ഖുർആനിനെ ഉപേക്ഷിക്കപ്പെട്ടതാക്കി മാറ്റിയല്ലോ, അവര് ഖുർആൻ ഓതാത്തവരായി മാറിയല്ലോ, ഖുർആൻ എടുത്തു നോക്കുന്നില്ലല്ലോ, ഖുർആൻ എടുത്തു നോക്കുന്നില്ലല്ലോ. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇഖ്റഊഹാ ഫീ ശഹ്റിൻ, ഒരു മാസത്തിൽ ഖുർആൻ നിങ്ങൾ പൂർത്തിയാക്കി ഓതണം. ഒരു മാസം ആകുമ്പോഴേക്കും ഒരു ഖത്തം തീർക്കണം. അതിനാണ് പിൽക്കാലത്ത് നമ്മുടെ ആലിമീങ്ങൾ വിശുദ്ധ ഖുർആനിനെ 30 ജുസ് ആക്കിയത്. അത് നബി തങ്ങളുടെ കാലത്തില്ല. അത് അൽ ബിദ്അത്തുൽ ഹസനയിൽപ്പെട്ടതാ, പുതുതാക്കി ഉണ്ടാക്കിയതാണ്. പക്ഷേ എല്ലാ പുതുതായി ഉണ്ടാകുന്നതും ബിദ്അത്താണ്. പക്ഷേ എല്ലാ ബിദ്അത്തും എന്തല്ല, തള്ളിക്കളയേണ്ടതല്ല. ചില ബിദ്അത്ത് ഹസനത്തുകൾ കാണും, നന്മകൾ കാണും. അതിൽപ്പെട്ട ഒരു നന്മയാ വിശുദ്ധ ഖുർആൻ 30 ജുസ് ആക്കിയത്. അത് നബി തങ്ങളുടെ കാലത്തില്ല, സ്വഹാബത്തിന്റെ കാലത്തുമില്ല. നബി തങ്ങളുടെ ഹദീസാണ് എന്ത്, ഒരു മാസത്തിൽ ഒരിക്കൽ ഖുർആൻ പൂർത്തിയാക്കണം. അതിനാണ് ഒരു ദിവസം 1 എന്ന് ഓതാൻ വേണ്ടി 1 ജുസ്, 2 ജുസ്, 3, 4, ഒരു മാസത്തെ 30 ദിവസങ്ങളാകുമ്പോഴേക്കും ഖുർആൻ ഖത്തം തീർക്കാൻ 30 ജുസ് ആക്കി വെച്ചത്. സ്വഹാബിമാർ പറഞ്ഞു, നബിയേ ഞങ്ങൾക്ക് അതിലും കൂടുതൽ ഓതാൻ കഴിയുമല്ലോ, 2 ആഴ്ചയിലോ 1 ആഴ്ചയിലോ. നബിയെ എനിക്ക് ഒരാഴ്ചയും വേണ്ട നബിയെ, എനിക്ക് അതിലും കൂടുതൽ ഓതാൻ കഴിയും, 3 ദിവസം കൊണ്ട് ഇത് പൂർത്തിയാക്കിക്കോ നബി, എനിക്ക് അതും വേണ്ട. 3 ദിവസത്തിൽ താഴെ ഖുർആൻ ഓതുന്നവരിൽ ലം യതദബ്ബറിൽ ഖുർആൻ, ഖുർആൻ ആലോചിക്കുകയോ അർത്ഥമറിയുകയോ ചെയ്യാതെയായിരിക്കും ചിലപ്പോൾ ഓതുന്നത്. അതുകൊണ്ട് നിങ്ങൾ സമയമെടുത്തോളൂ, ഒരാഴ്ച കൊണ്ട് 2 ആഴ്ച കൊണ്ട്
മാക്സിമം ഒരു മാസത്തിൽ ഒരിക്കൽ അള്ളാഹുവിന്റെ ഖുർആൻ ഓതാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? തിലാവത്തു തഅബ്ബുദ്, ശുദ്ധ ഖുർആൻ ഓതി അള്ളാഹുവിനോട് ചെയ്യുന്ന ഇബാദത്ത്, ലോകത്തൊരു മനുഷ്യനും കൊണ്ടുവരാൻ കഴിയാത്തത്. ലോകാവസാനം വരെ അള്ളാഹുവിന്റെ വചനത്തിന് തുല്യമായൊരു വാക്കുപോലും, ഒരു വചനം പോലും, ഒരായത്ത് പോലും അറബി അറിയുന്നവർക്കോ അറിയാത്തവർക്കോ ഖുർആനിന് തത്തുല്യമായി കൊണ്ടുവരാൻ കഴിയാത്ത അള്ളാഹുവിന്റെ മുഅ്ജിസായ കിതാബ്, മുഅ്ജിസത്തുള്ള ഗ്രന്ഥം നാവിലൂടെ ഓതുമ്പോഴേക്കും മനസ്സിൽ നിൽക്കുന്ന പൈശാചികതയെ അള്ളാഹു പുറന്തള്ളുന്നുണ്ട്. നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരുന്ന പിശാച് ഓടിപ്പോകുന്നുണ്ട്. ശുദ്ധ ഖുർആൻ നാവിലൂടെ വരുമ്പോഴേക്കും പരിസരത്തുള്ള പിശാചുക്കൾ ഓടിമറിയുന്നുണ്ട്. നമുക്ക് ഓതാൻ പറ്റുന്നുണ്ടോ? അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു ആണ് അസ്മാ ബീവിയെ കുറിച്ച് പറഞ്ഞത്. അസ്മാ ബീവി അന്നൊരിക്കൽ ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോ ബീവി അവറുകൾ നിസ്കാരത്തിലാണ്. നിസ്കാരത്തിൽ തഹജ്ജുദ് നിസ്കാരത്തിൽ ബീവി അസ്മാ റളിയല്ലാഹു അൻഹാ സിദ്ദീഖ് എന്നവരുടെ മകൾ ഒരായത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നു. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം. ഫമന്നല്ലാഹു അലൈനാ, അല്ലാഹുവിന്റെ ഔദാര്യമല്ലോ, അല്ലാഹു തന്ന ഔദാര്യം കൊണ്ടല്ലേ. ഫവഖാനാ അദാബസ് സമൂം, അല്ലാഹുവിന്റെ കത്തിയാളുന്ന തീയിന്റെ ചുടുകാറ്റുകളുള്ള നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അല്ലാഹു ചെയ്ത അനുഗ്രഹമല്ലേ. നരകത്തിലേക്ക് പ്രവേശിക്കാതെ രക്ഷപ്പെടുന്ന സത്യവിശ്വാസികളെ കുറിച്ച് അള്ളാഹു പറയുന്ന ഭാഗം ഒരായത്തിങ്ങനെ ഓതിക്കൊണ്ട് ഇങ്ങനെ കരയുന്നുണ്ട്. അസ്മാ റളിയല്ലാഹു അൻഹാ വല്ലാത്ത കരച്ചിലാണ്. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം. തൊട്ടടുത്ത ആയത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല, അവിടെ തന്നെ നിന്ന് ആലോചിക്കുകയാണ്. എന്തായിരിക്കും അല്ലാഹുവേ, നരകത്തിന്റെ മുകളിലൂടെയുള്ള സിറാത്ത് ഞാൻ കടന്നു പോകുമ്പോ, ജിസ്റുൻ മദ്റൂബുൻ അലാ മത്നി ജഹന്നം, നരകത്തിന്റെ മുകളിൽ അല്ലാഹു സ്ഥാപിച്ച ഒരു പാലം, അഹദ്ദു മിനസ് സൈഫി, വാളിനേക്കാൾ മൂർച്ചയുള്ളത്, അഖഫു മിനശ് ശഅരി, തലമുടിയേക്കാൾ നേരിയത്, നേർന്നത്. ഭൂമിയിലെ ഫിസിക്കൽ ഡൈമെൻഷൻ വെച്ച് അല്ലാഹുവിന്റെ ആഖിറത്ത് മനസ്സിലാക്കാൻ കഴിയില്ല. ആഖിറത്തിന്റെ ലോകത്തുള്ള അല്ലാഹുവിന്റെ അത്ഭുതകരമായി സൃഷ്ടിയുടെ രൂപവും അതിന്റെ മൂർച്ചയും അതിന്റെ വീതിയും ആഖിറത്തിന്റെ ക്രൈറ്റീരിയൻ വെച്ചേ മനസ്സിലാക്കാൻ പറ്റൂ. അതിലൂടെ കടന്നു വേണം സ്വർഗത്തിലേക്ക് എത്താൻ. നരകം കാലിന്റെ താഴെ കണ്ടുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. ഫമന്നല്ലാഹു അലൈനാ, അല്ലാഹു നമുക്ക് അനുഗ്രഹം തന്നുവല്ലോ. വവഖാനാ അദാബസ് സമൂം, അല്ലാഹു അവന്റെ കത്തിയാളുന്ന നരകത്തിന്റെ ശിക്ഷ നമ്മിൽ ഏൽക്കാതെ അല്ലാഹു നമ്മെ സംരക്ഷിച്ചുവല്ലോ എന്ന് സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും നാളെ പറയാൻ പോകുന്നുണ്ട്. അതിനെനിക്ക് സാധിക്കുമോ എന്ന് ചിന്തിക്കുകയാണ്. അസ്മാ റളിയല്ലാഹു അൻഹാ ദാത്തുൻ നിതാഖീൻ റളിയല്ലാഹു തആല അൻഹാ. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ബന്ധുവാൻ. കുറെ നേരം നോക്കി നിന്നു. അസ്മാ ബീവിയുടെ നിസ്കാരം തീരുന്നില്ല. തിരിച്ചുപോയി കടന്നു. പിന്നെ എഴുന്നേറ്റു. അപ്പോഴും ഉമ്മ ഓതുകയാണ്. അസ്മാ റളിയല്ലാഹു അൻഹാ വല്ലാത്ത നൃത്തം. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം. ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മുടെ മക്കൾക്ക് മാതൃകയാവാൻ വേണ്ടി എന്റെ ഉമ്മ ഖുർആൻ ഓതുന്നത്, എന്റെ വല്യമ്മ ഖുർആൻ ഓതുന്നത്, ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള ഖുർആൻ പാരായണം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു എന്ന് ഇപ്പോൾ ജീവിക്കുന്ന മക്കൾക്ക് ഇനി പറയാൻ കഴിയോ? നമ്മുടെ മക്കൾക്ക് ഉമ്മയെക്കുറിച്ച് ഇങ്ങനെ ഓർക്കുമ്പോ, പാപ്പയെക്കുറിച്ച് ഓർക്കുമ്പോ, വല്യമ്മയെക്കുറിച്ച് ഓർക്കുമ്പോ, വല്യാപ്പയെക്കുറിച്ച് ഓർക്കുമ്പോ, എല്ലാ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ നിരന്തരം ഖുർആൻ ഓതുകയും ഖുർആൻ ഓതിയിട്ട് എന്റെ ഉമ്മ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയാൻ, എന്റെ ഉമ്മ തഹജ്ജുദ് നിസ്കാരത്തിന് എഴുന്നേറ്റ് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയാൻ ഇന്നത്തെ മക്കൾക്ക് അവസരമുണ്ടോ? ഇതാണ് വിഷയം. ഇതാണ് വിഷയം. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം. നല്ല മാതൃകകൾ നമ്മുടെ മുമ്പിൽ കിടക്കുന്നുണ്ടോ നമ്മുടെ മക്കൾക്ക് കാണാൻ? TV ചാനലുകാരെ പുറത്തുവിടുന്ന സീരിയലുകൾ മഗ്രിബിന്റെ ശേഷം, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ, സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ
ആ നേരമാണെങ്കിലോ പള്ളിയിൽ നിന്ന് എഴുന്നേൽക്കാതെ അവിടെ തന്നെ ഇരുന്ന് ഇശാഇന്റെയും മഗ്രിബിന്റെയും ഇടയിൽ നിസ്കാരത്തിലും സ്വലാത്തു തസ്ബീഹ് നിസ്കാരത്തിലും സ്വലാത്തുൽ അവ്വാബീനിൽ ഇശാ മഗ്രിബിന്റെ ഇടയിലെ സുന്നത്തായ ദിക്റുകളും ഔറാദുകളും ഓതി ഖുർആൻ ഓതിയിട്ട് സമയം ചെലവഴിക്കേണ്ട നേരത്ത് നമ്മുടെ വീടുകളുടെ ഉള്ളിൽ നിന്നൊക്കെ മനോഹരമായ ഖുർആനിന്റെ പാരായണങ്ങൾ കേട്ടുവന്നിരുന്ന കാലം കഴിഞ്ഞില്ലേ? ചാനലുകാരൻ തുറന്നു വെക്കുന്നത് ഭക്തി സീരിയലുകൾ. എന്താണ് ഭക്തി? ഹൈന്ദവന്റെ ഭക്തി സീരിയലുകള്, രാമന്റെയും സീതയുടെയും കഥകൾ, മഹാഭാരതത്തിന്റെയും രാമായണത്തിന്റെയും കഥകൾ. ഈ ഭക്തിയുടെ സീരിയലുകൾ കഴിഞ്ഞിട്ട് വേണം അമ്മായിയമ്മയെ പുറത്താക്കൽ എങ്ങനെയാണെന്ന് പഠിക്കാൻ, അത് കഴിഞ്ഞിട്ട് വേണം ഭർത്താവിൽ നിന്ന് ഇറങ്ങിയോടാൻ എന്താണ് വഴിയെന്ന്, അത് കഴിഞ്ഞിട്ട് വേണം എങ്ങനെയാണ് വീട്ടുകാരെ കയ്യിലടക്കേണ്ടതെന്ന് പഠിക്കാൻ. ഇതൊക്കെ കിടക്കുന്നത് ഭക്തിക്ക് ശേഷം. മുസ്ലിമായൊരു മനുഷ്യൻ ആണും പെണ്ണും അല്ലാഹുലേക്ക് മനസ്സുകൊണ്ട് തിരിച്ചു മടങ്ങുകയും അല്ലാഹുലേക്ക് തൗബ ചെയ്യുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്യേണ്ട നേരത്ത് നമ്മുടെ വീടിന്റെ ഉള്ളിൽ നിന്ന് സ്വാമിയും ശരണമയ്യപ്പയും വിളിച്ചു പറയാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുത്തില്ലേ? പിശാച് കയറി വന്നില്ലേ? നമ്മുടെ മക്കൾ ഇതല്ലേ കണ്ടത്? ഉമ്മ മാറി മാറി റിമോട്ടിൽ കളിക്കുന്ന കളിയല്ലാതെ എന്റെ ഉമ്മ ഖുർആൻ എടുത്ത് ഓതുന്നത് റമദാൻ കഴിഞ്ഞതിൽ പിന്നെ ഞാൻ കണ്ടിട്ടുണ്ടോ? മക്കൾക്ക് ഇതാ പറയാനുള്ളത്. എവിടെയാണ് മാതൃക? ഉസ്വത്തുൻ ഹസന. ഇവിടെ തഅബ്ബുദ് ബിത്തിലാവ, ശുദ്ധ ഖുർആൻ ഓതിയുള്ള എവിടെയാണ്, എപ്പോഴാണ്, എത്രയാണ് നടക്കുന്നത്? ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. അല്ലാഹുവേ, എന്റെ സമൂഹം എന്റെ ഖുർആൻ ഉപേക്ഷിച്ചു കളഞ്ഞല്ലോ അല്ലാ എന്ന് പ്രവാചകർ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ പോകുന്നുണ്ട്, എന്റെ സമൂഹം ഖുർആൻ എടുത്തു നോക്കാത്തവരുണ്ട്. തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. ഞാൻ പറയട്ടെ, മ്യൂസിക്കും പാട്ടും ഇഷ്ടമുള്ള ആളുകൾക്ക് ഖുർആൻ ഓതാൻ തൗഫീഖ് ഉണ്ടാവില്ല. മ്യൂസിക്കും പാട്ടും ഇഷ്ടമുള്ള ആളുകൾ, ഏതു നേരവും പാട്ട് കേട്ട് നടക്കുന്നവർ, ഏതു നേരവും മ്യൂസിക് കേട്ട് നടക്കുന്നവർ, ഇത്തരക്കാർക്ക് ഖുർആൻ ഓതാനുള്ള തൗഫീഖ് അല്ലാഹു എടുത്തു കളയും. അവർക്ക് ഖുർആൻ കൊണ്ട് ആനന്ദം കിട്ടൂല, അവർക്ക് ഖുർആൻ ഓതാൻ സമയം കിട്ടൂല. ഖുർആൻ ഓതിക്കൊണ്ട് നടക്കുന്ന ആളുകൾക്കാണെങ്കിലോ മ്യൂസിക്കിലും പാട്ടിലും ഒരാനന്ദവും തോന്നില്ല എന്ന് മാത്രമല്ല, വെറുപ്പായിരിക്കും. മനസ്സുകൊണ്ട് വെറുപ്പ് വരും. അത് അല്ലാഹു ചെയ്യുന്ന വലിയൊരു തൗഫീഖാണ്. നമ്മൾ അങ്ങനെ ദുആ ചെയ്യേണ്ടത്, അല്ലാഹുവേ, നിനക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ടോ അതെനിക്ക് ഇഷ്ടമാക്കി താ, നിനക്ക് എന്ത് വെറുപ്പാണോ അതെനിക്ക് വെറുപ്പാക്കി തരണം. അള്ളാഹുവിന് ഇഷ്ടമുള്ളത് നമുക്ക് ഇഷ്ടമായാൽ, അള്ളാഹുവിന് വെറുപ്പുള്ളത് നമുക്ക് വെറുപ്പുള്ളതായാൽ അൽഹംദുലില്ലാഹ് ഹിദായത്ത് ലഭിച്ചല്ലോ. അള്ളാഹു നമുക്ക് ആ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാനൊരു സമയം നിശ്ചയിക്കണില്ല ഇത്ര നേരമെന്ന്. ഒരു ദിവസം അള്ളാഹുവിൻ്റെ ഖുർആൻ കണ്ണുകൊണ്ട് കാണാത്ത ഒരു സമയം ഉണ്ടാവരുത്. നല്ല നല്ല മൊബൈൽ ഫോണുകൾ കയ്യിലുള്ള ആളുകളാണ്. ഞാനത് വീണ്ടും ആവർത്തിക്കുകയാണ്. നല്ല വലിയ വലിയ സൗകര്യങ്ങളൊക്കെ ഉള്ള മൊബൈൽ ഫോണുകൾ കയ്യിലുള്ള മുഴുവൻ ആളുകളും ആ മൊബൈൽ തന്നതിന് അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ ഖുർആനിൻ്റെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യണം. ഖുർആൻ ഡൗൺലോഡ് ചെയ്യാൻ ഖുർആൻ്റെ ആപ്പ് സ്റ്റോറുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് ഖുർആൻ ഓതുക. ബസ്സിലിരിക്കാൻ ഒരു പേജ് ഓതാം, ട്രെയിൻ വെയിറ്റ് ചെയ്യാൻ ഒരു അര പേജ് ഓതാം, ട്രെയിനിലിരിക്കാൻ യാസീൻ ഓതാം, അൽ ബഖറ ഓതാം, മറ്റ് സൂറത്തുകൾ ഓതാം. സൗകര്യങ്ങൾ വീട്ടിലാണ്. പ്രത്യേകിച്ച് ഖുർആൻ റെസിറ്റേഷൻ കൂടെ ഉള്ള പ്രോഗ്രാമുകളൊക്കെ ഉണ്ടെങ്കിൽ ചെവിയിലേക്ക് ഹെഡ്ഫോൺ വെച്ച ഖുർആൻ സമാഉൻ യസ്ലുക സവാബു, കേട്ടാൽ കൂലി കിട്ടുന്ന പ്രതിഫലവുമായി നമ്മുടെ ആ ഒരു ആധുനിക സൗകര്യം അള്ളാഹുവിന് വേണ്ടി ഉപയോഗിച്ചാൽ അതിൻ്റെ ശുക്ർ അതാണ് അള്ളാഹുവിന് ശുക്ർ ചെയ്യുക. ഇന്നത്തെ ആലിമീങ്ങൾ അതിനെ സംബന്ധിച്ച് കൊടുക്കുന്ന ഫത്വയും തന്നെ അങ്ങനെയാണ്. നമ്മുടെ മൊബൈൽ ഫോണുകളിലെ പ്രോഗ്രാം അത് ഖുർആനുണ്ട്, ബാത്റൂമിൽ പോവുകയാണെങ്കിൽ ഖുർആൻ ക്ലോസ് ചെയ്യുക, ആ പ്രോഗ്രാം ക്ലോസ് ചെയ്യുക. ഒളു ഇല്ലാതെ തന്നെ ഓതാൻ പറ്റുന്നതാണ്. നമ്മൾ ഇക്കണക്കിന് മടിയന്മാരാണെന്ന് അള്ളാഹുവിന് ആദ്യം അറിയായിരിക്കും. അതുകൊണ്ടായിരിക്കും അല്ലേ ഖുർആൻ ഓതണമെങ്കിൽ ഒളു വേണ്ടി ഈ കൗമിന് ഒളു എടുക്കൂല. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, ഖുർആൻ ഒളു ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഓതാൻ സൗകര്യം ഞാൻ തരാം, നിങ്ങളത് ചെയ്തിട്ടുണ്ടോ അള്ളാഹു ചോദിക്കൂലേ? ഏത് മൊബൈൽ ഫോണിലുള്ള ആപ്പിനെ പറ്റിയാ പറയാം. ഖുർആൻ തുടരണമെങ്കിൽ ഒളു വേണം. ഒളു ഉണ്ടായിക്കോട്ടെ, വളരെ നല്ലതാണ്. ഒരാൾക്ക് ഒളു ഇല്ല എന്ന് വിചാരിക്കുക, എന്നാലും നമ്മുടെ ഫോണുകളിൽ നിന്നൊക്കെയുള്ള ഖുർആൻ നമ്മുടെ കമ്പ്യൂട്ടറിൽ, നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന്, നമ്മുടെ ഐപാഡിൽ നിന്ന് ഒക്കെ ഉപയോഗിക്കാം. അൽഹംദുലില്ലാഹ്, വലിയ സൗകര്യമല്ലേ? തഅബ്ബുദ് ബിൽ ഖുർആൻ. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.
അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു അവർ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ശരിക്കും ഇങ്ങനെ ആലോചിച്ച് തങ്ങളിങ്ങനെ കേട്ടിരുന്നു. അങ്ങനെ നബി തങ്ങൾ പറഞ്ഞു, ഖുർആൻ ഓത്ത് നിർത്തിയപ്പോൾ, യാ അബൂ മൂസ നിങ്ങൾക്ക് ഊതീത മിസ്മാറൻ മിൻ മസാമീരി ആലി ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിന് അല്ലാഹു നൽകിയ മനോഹരമായ ശബ്ദ ഭംഗി അല്ലാഹു നിങ്ങൾക്ക് നൽകിയതുപോലെ നബിയെ ഞാൻ ഓതുന്നത് നിങ്ങൾ കേൾക്കുകയായിരുന്നോ? അതേ അബൂ മൂസ, ഞാൻ കേട്ടിരുന്നു. ഞാനത് അറിഞ്ഞിരുന്നുവെങ്കിൽ ഇതിലും മനോഹരമായി ഞാൻ ഓതുമായിരുന്നു നബിയെ. തങ്ങൾ പറഞ്ഞു, സയ്യിനുൽ ഖുർആന ബി അസ്വാതികും, നിങ്ങൾ ശബ്ദം മനോഹരമായിട്ട് ഓതണം. ഖുർആൻ ഓതുമ്പോൾ നിങ്ങളുടെ ശബ്ദം മനോഹരമാകുമ്പോൾ യസീദുൽ ഖുർആന ഹുസ്ന, ഖുർആനിന് അതിന്റെ മാധുര്യം വർദ്ധിക്കുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് തജ്വീദ് പഠിക്കുക, പാരായണം പഠിക്കുക. ഇത് നമ്മുടെ ദീനാണ്, ഇത് നമ്മുടെ എല്ലാമാണ്. വിശുദ്ധ ഖുർആനിന്റെ മറ്റൊരു തഅബ്ബുദ് തദബ്ബുറുണ്ട്. ഖുർആൻ ചിന്തിച്ചുകൊണ്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ പാരായണം, വിശുദ്ധ ഖുർആൻ ചിന്തിക്കുന്നത്. ഒരു സയൻസ് വിദ്യാർത്ഥി ഒരുപക്ഷെ അതായിരിക്കും ആലോചിക്കുക, എനിക്ക് ഖുർആൻ എന്ന സയൻസ് പഠിക്കണം. മാത്സ്, ന്യൂമറസി ഇഷ്ടമുള്ള ആളുകൾ ഖുർആനിന്റെ ന്യൂമറിക് വണ്ടേഴ്സ്, ഖുർആനിൽ 19 കുറിച്ച് പറഞ്ഞിട്ടുള്ള അത്ഭുതങ്ങൾ, ഖുർആനിലെ 7 എന്ന അക്കവുമായി ബന്ധപ്പെട്ട ഖുർആനിന്റെ 7 മൾട്ടിപ്പിൾസ്, ഖുർആനിന്റെ ആയത്തുകളുടെയും സൂറത്തുകളുടെയും എണ്ണത്തിൽ വന്ന മഹാത്ഭുതം, ഖുർആനിന്റെ മൊത്തം സ്ട്രക്ചർ, അതിൽ വന്ന അക്കങ്ങളുടെ അത്ഭുതങ്ങൾ. ഇത് ഒരു കണക്ക് ഇഷ്ടമുള്ള ആൾക്ക് അതായിരിക്കും ഇഷ്ടം. ആസ്ട്രോണമി പഠിക്കുന്ന ആള് ശുദ്ധ ഖുർആൻ സ്പേസിനെ കുറിച്ച് പറഞ്ഞത്, ഭൂമി അല്ലാത്തടുത്ത് വല്ല ജീവനുണ്ടോ, അവർക്ക് അതിനെപ്പറ്റി പഠിക്കാൻ ആഗ്രഹം വരും. സോളജിയും ബോട്ടണിയും പഠിക്കുന്നവർക്ക് അതായിരിക്കും ആഗ്രഹം. എല്ലാം ഖുർആനിന്റെ തദബ്ബുറിൽ കിടക്കുകയാണ്. മഹാനായ അസ്മാ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയുടെ അരികത്തേക്ക് വരുന്നു. താബിഇയാൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വന്നിട്ട് ബീവിയിൽ നിന്ന് ഇൽമു പഠിച്ചിട്ടുള്ള മഹാന്മാരിൽപ്പെട്ട ആളാണ് മഹാനായ അസ്മാ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, നിങ്ങളും അഷ്റഫുൽ ഖൽഖ് തങ്ങളും കൂടെ ജീവിച്ച ജീവിതകാലം, അതിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ അത്ഭുതമുണ്ടാക്കിയ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മറക്കാൻ കഴിയാത്ത ഒരനുഭവമുണ്ടോ? അതെന്താണെന്ന് പറഞ്ഞു തരണം. അവർ പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഉണ്ട്, ഞാൻ പറയാം. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ റൂമിലേക്ക് വന്നു. തങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുകയാണ്. നബി തങ്ങൾ നിസ്കരിക്കുന്ന ഒരുപാട് അനുഭവം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിവരിച്ചിട്ടുണ്ട്. ആയിഷ ബീവി പറഞ്ഞിട്ടുണ്ട് റളിയല്ലാഹു അൻഹ, ഞാനൊരു ചെറുപ്പക്കാരി പെണ്ണല്ലേ, അപ്പൊ എൻ്റെ മനസ്സിൽ വരുന്ന ചിന്തകൾ ഒന്ന് വേറെ, നബി തങ്ങൾ ചിന്തിക്കുന്നതൊന്ന് വേറെ. പല ദിവസവും ഞാൻ നബിയെ കാണാതിരിക്കുമ്പോൾ ഒന്നിങ്ങനെ ബെഡിലൊക്കെ തപ്പി നോക്കും നബി അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ. കാരണം സഹഭാര്യമാർ ഉണ്ടാകുന്ന സമയത്തുണ്ടാകുന്ന സ്വാഭാവികമായ ഒരു പ്രശ്നം. ഒരു ദിവസം തപ്പി നോക്കുമ്പോൾ തപ്പി നബിയുടെ ശരീരം തങ്ങൾ നിസ്കരിക്കുന്നത് അറിയുകയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. നബി സുജൂദിലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാതിരാ നേരത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ആയിഷ ബീവി, അമാ ജാഅക്കി ശൈത്വാനുക്കി, നിങ്ങളുടെ ശൈത്താൻ നിങ്ങളുടെ അടുത്ത് വന്നോ എന്ന് പറഞ്ഞ, ഞാൻ എങ്ങോട്ടോ പോയി എന്നാലേ നിങ്ങൾ വിചാരിച്ചതെന്ന് ചോദിച്ചു. അപ്പം ആയിഷ ബീവി തിരിച്ച്, ഇതല്ല ഞാൻ പറയുന്ന ആയിഷ ബീവിയുടെ മറുപടി, നമ്മൾ എന്താണ് ജീവിതത്തിലെ വലിയ അനുഭവം എന്ന് അതല്ല ഈ സംഭവം, പക്ഷെ അതിനോട് അനുബന്ധമായിട്ട് പറയാന്ന് മാത്രം. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, അമാ ജാഅക്കി ശൈത്വാനുക്കി, നിങ്ങളുടെ ശൈത്താൻ നിങ്ങളുടെ അടുത്ത് വന്നു ആയിഷ ബീവി? ആയിഷ ബീവി തിരിച്ചു ചോദിച്ചു, അമാലൊക്കെ ശൈത്വാൻ, നിങ്ങൾക്ക് ശൈത്താനൊന്നും ഇല്ല നബിയെ, എനിക്ക് മാത്രമേ ഉള്ളൂ? തങ്ങൾ പറഞ്ഞു, ബല, എനിക്കുണ്ട്. വലാകിന്നഹു അസ്ലം, പക്ഷെ എൻ്റെ ശൈത്താൻ ഇപ്പൊ മുസ്ലിമാണ്. ഫലാ യഅ്മുറുനി ഇല്ലാ ബിഖൈർ, എന്നോട് നന്മയല്ലാതെ കൽപ്പിക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു കുടുംബത്തിന്റെ ഇന്റിമസിയാണത്. നബി തങ്ങൾ, നിങ്ങളെ ശൈത്താൻ വന്നു? ആയിഷ ബീവി ചോദിച്ചു, നിങ്ങൾക്ക് ശൈത്താൻ അല്ലേ നബിയെ? ശരിക്കും അങ്ങനെ ചോദിക്കാൻ പറ്റുമെന്ന ആ വിഷയം നബിയോട് അങ്ങനെ ഫ്രാങ്ക് ആയിട്ട് ചോദിക്കുകയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. പക്ഷെ തങ്ങളത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് തങ്ങൾ അതിന് മറുപടിയും കൊടുക്കുകയാണ്. എന്നല്ലാതെ ആയിഷ ബീവിയെ ക്വസ്റ്റ്യൻ ചെയ്യല്ല, നിങ്ങൾ എന്നോട് അങ്ങനെ ചോദിക്കാൻ പാടുണ്ട്, അല്ലല്ല, എനിക്കും ശൈത്താനുണ്ട്. ഓരോരുത്തർക്കും ഖരീൻ എന്ന് പറഞ്ഞ പിശാചിന്റെ കൂട്ടുകാരനുണ്ടെന്നാണ്. ഒരു ഖരീൻ ഓരോരുത്തരുടെയും കൂടെയുള്ള ജിന്നാണ്.
തിന്മയിലേക്ക് നയിക്കാൻ ഒരു കാഫിറായ ജിന്ന് കാണും, നന്മയിലേക്ക് നയിക്കാൻ ഒരു മുസ്ലിമായ ജിന്നും കാണും എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഖരീൻ ഫഹുവ ലഹു ഖരീൻ, ഖരീനുണ്ട്. നബി തങ്ങളുടെ ഖരീൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് അടുത്ത കാലത്ത് ഒരു മുസ്ലിം ജിന്നുമായിട്ടുള്ള അഭിമുഖം മുഹമ്മദ് ദാവൂദ് ഈസ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മെഹബൂബുൽ ഹാജി എന്നാണ് ആ ജിന്നിന്റെ പേര്. റസൂലുള്ളാഹി തങ്ങളുടെ ഖരീൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് അത് കണ്ടിട്ട് മുസ്തഫ കഞ്ചൂർ എന്ന് പറയുന്ന ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഒരു മുസ്ലിം ജിന്ന് അദ്ദേഹം ഈ ഈജിപ്ഷ്യൻ പണ്ഡിതനോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ പുസ്തകം ഹിവാറുൻ സഹ്ഫിയുൻ മഅ ജിന്നിയ്യിൻ മുസ്ലിം, അൻ ഇന്റർവ്യൂ വിത്ത് മുസ്ലിം ജിൻ, യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. 2 മണിക്കൂറുള്ള ഒരു കോൺവെർസേഷനാണ്, അൻ ഇന്റർവ്യൂ വിത്ത് എ മുസ്ലിം ജിൻ. അപ്പോ ഖരീനുകൾ ഉണ്ടെന്ന്. ഏതായിരുന്നാലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മറ്റൊരിക്കൽ നടന്നു, നബി തങ്ങളെ കാണുന്നില്ല. നബി തങ്ങളുടെ മറ്റു ഭാര്യമാരുടെ വീടിന്റെ മുമ്പിലൊക്കെ ഒന്ന് ചെന്ന് നോക്കി, അവിടെ ഒന്നും നബിയെ കാണുന്നില്ല. പിന്നെ നോക്കുമ്പോ നബി തങ്ങൾ ജന്നത്തുൽ ബഖീഇലാണ്. ജന്നത്തുൽ ബഖീഇലെ ഖബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ നബിയാണെന്ന് അറിഞ്ഞ ആയിഷ ബീവി ഒരൊറ്റ ഓട്ടം വീട്ടിലേക്ക്. അങ്ങനെ നബി തങ്ങൾ തിരിച്ചു വന്ന് വീട്ടിൽ കിടക്കുമ്പോ ആയിഷ ബീവി ഒന്നും അറിയാത്ത മട്ടിൽ കിടക്കുന്ന, പക്ഷേ ശ്വാസം ഇങ്ങനെ പോകുന്നുണ്ട്. ആയിഷ ബീവി കിടന്ന കിടപ്പിൽ ഇങ്ങനെ ശ്വാസം വിടാൻ എന്ത് പറ്റിയെന്ന് പറഞ്ഞു, നബിയെ ഞാനവിടെ വന്ന് ഓടിപ്പോന്നതാ. അപ്പൊ ഈ ആയിരുന്നല്ലേ, ഞാനൊരു രൂപം പോകുന്നത് ഞാനും കണ്ടു, നീ ആയിരുന്നില്ലേ അത്? അല്ലാഹുവും റസൂലും നിങ്ങളെ വഞ്ചിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചു ആയിഷ ബീവി എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കര രസകരമായ ജീവിതമായിരുന്നു അത്. ആയിഷ ബീവി പറയാണ്, അന്നൊരിക്കെ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു. ഖാമ യുസല്ലി, അവർ ഓതുന്നുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون